പാർട്ടി ബേസിലാണ് ആളെ ഭയങ്കര ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ആസ് എ ഒരു ആക്ടർ ആരും ഒന്നും പറയുന്നില്ല. അതിലെന്താ പറയാനുള്ളത്? കൃഷ്ണേന്ദു പറയുന്നവര് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. പറയുന്ന വ്യക്തികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ഗ്രാഫിൽ എന്തെങ്കിലും ഉയർച്ചയോ താഴ്ചയോ ഉണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. പക്ഷെ സുരേഷ് ഏട്ടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയട്ടെ. പിന്നെ സുരേഷ് ഏട്ടൻ തന്നെ പറഞ്ഞതുണ്ടല്ലേ, പുള്ളി 5 പൈസ കൊടുക്കണ്ട ഈ പറയുന്ന ഓൺലൈൻ പ്രൊമോഷന് വേണ്ടിയിട്ട്. പുള്ളി ഫുൾ ടൈം നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ ഞാനും ഇങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, ഇടയ്ക്കൊരു കോൺട്രവേഴ്സി അങ്ങ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഒരു സിനിമ ചെയ്യുന്നേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവുന്നത്. അപ്പം ആളുകൾക്ക് ജോലിയോ ഒന്നുമില്ല, ലൈഫിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ജയിക്കാൻ പറ്റാത്ത വേറെ പല ഫ്രസ്ട്രേഷൻസ് ആണ് ഇവർ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ തീർത്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കിയിരുന്നില്ല, ഇപ്പം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. പിന്നെ മതത്തിന്റെ പേരിൽ ഒരു മതം വന്നു കഴിഞ്ഞാൽ ആ മതത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ന മതം, ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമ്മുടെ ലൈഫ് നമ്മൾ ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ചൊന്ന് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ. ഫാമിലി ഫ്രണ്ട് ആണല്ലേ സുരേഷ് ഏട്ടൻ. ഇപ്പൊ നമ്മളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുരേഷ് ഏട്ടൻ. എത്ര തിരക്കാണെങ്കിലും ചിലപ്പോൾ രാത്രി ആയിരിക്കും റിപ്ലൈ വന്ന് കിടപ്പുണ്ടാവുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴായിരിക്കും നമ്മൾ കാണുക. ആ ഒരു അതൊരു എന്താ പറയാ, ഒരു ഏട്ടനേക്കാൾ കൂടുതൽ നമുക്ക് എന്താ പറയാ, ഒരു വലിയച്ഛൻ എന്നൊക്കെ പറയുന്ന ഒരു ഫീലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എപ്പോഴും. തൃശ്ശൂർ അപ്പൊ ശരിക്കും സേഫ് ആണല്ലേ? ഞാൻ തൃശ്ശൂരാണ് കേട്ടോ. തൃശ്ശൂർ സേഫ് ആണ്. തൃശ്ശൂര് ഒരു ജയിച്ച 1 മാസത്തിനുള്ളിൽ എവിടെ എന്ന് ചോദിക്കരുത്. ടേക്ക് ടൈം. അതൊരു കുറച്ചായിട്ട് പുള്ളി അത് ചെയ്യേണ്ട ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും തൃശ്ശൂര്. അതെ. ഇനി ഒരു സെഗ്മെന്റിലേക്ക് പോവാം. സെഗ്മെന്റ് അല്ല, ഞാൻ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയും. അപ്പോൾ അവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? അല്ലെങ്കിൽ ഇപ്പോൾ അവർ അഭിനയിച്ച ആൾക്കാരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. അവരായിട്ടുള്ള ഒരു എന്തെങ്കിലും മെമ്മറീസോ അങ്ങനെ എന്ത് പറയാം, അവരുമായി റിലേറ്റ് ചെയ്ത എന്ത് വേണമെങ്കിലും പറയാട്ടാ. DQ. ഞാൻ കണ്ടിട്ടുള്ള ആക്ടേഴ്സിൽ ഏറ്റവും ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. എൻ്റെ ലൈഫിൽ ഈ കോൺഫിഡൻസ് കുറവ് എന്നും ഉണ്ടായിട്ടുണ്ട് എനിക്ക്. ഞാൻ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ബാംഗ്ലൂർ ഡേയ്സ് റിലീസായിട്ട് സൂപ്പർ ഹിറ്റായിട്ട് നിൽക്കുന്ന സമയം. അപ്പം ഞാൻ ആദ്യമായിട്ട് ദുൽഖറിനെ കാണുന്നു. കണ്ട വഴിക്ക് എന്നോട് ചോദിച്ചു, ബാംഗ്ലൂർ ഡേയ്സ് കണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇല്ല എന്ന് പറഞ്ഞു. കണ്ടിട്ട് സംസാരിച്ചാൽ മതി എന്നോട് പറഞ്ഞു. അങ്ങനെ പുള്ളി ഫസ്റ്റ് പറഞ്ഞത്. ഞാൻ ഇത്രയും എന്താണ്, വെരി സിമ്പിൾ. ഏത് സിറ്റുവേഷനിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ. താഴെ ഇരിക്കേണ്ടി വന്നാൽ താഴെ ഇരിക്കാൻ റെഡിയാണ്. അല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കാൻ തയ്യാറാണ്. എല്ലാത്തിനും വളരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള വളരെ നല്ലൊരു മനുഷ്യൻ. അതാണ് എനിക്ക് DQ. ഞാനിൽ അഭിനയിച്ചപ്പോഴൊക്കെ ഭയങ്കര കംഫർട്ടായിരുന്നു. ഒരു പെർസെൻറ്റേജ് പോലും നമുക്ക് എന്ന് പറയുന്നൊരു ഫീലില്ല. അയ്യോ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തോന്നിയിട്ടില്ല. പറയുകയാണെങ്കിൽ ഒരുപാട് ഇൻറ്റിമസി സീൻസ് വരെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്ക്. അതിനകത്ത് ഒരു സീനിൽ പോലും നമുക്കൊരു ഡിസ്കംഫേർട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത്രയും നമ്മളെ കംഫേർട്ട് ആക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പെർസെൻറ്റേജ് പോലും വേറൊരു രീതിയിൽ നമ്മളുടെ അടുത്ത് ഈവൻ ഒരു കൈ പിടിക്കുവാണെങ്കിൽ പോലും ആ പിടിക്കേണ്ട അളവ് എത്രയാണെന്ന് പുള്ളിക്ക് അറിയാമെന്ന് അറിയില്ല. അവിടെ നിൽക്കുന്ന ഒരാളാണ്. ചില ആൾക്കാർ നമ്മളിങ്ങനെ ചൊറിയാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കുക ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടെന്ന് അറിയില്ലേ, അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ഇല്ല. വളരെ കംഫർട്ടായിരുന്നു ദുൽഖർ. അതെ. ഇനി നെക്സ്റ്റ് ദിലീപേട്ടൻ. ദിലീപേട്ടൻ്റെ സെറ്റിൽ നമ്മൾ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുള്ളതാണ്, ചിരിച്ചൊരു വഴിയാവും. നമ്മൾ ആ സെറ്റിൽ നമ്മളൊരു സിനിമ ലൊക്കേഷനിലാണെന്നൊരു ഫീലില്ല. കോമഡിയും നമുക്ക് ഒരുപാട് വർഷമായിട്ട് നമുക്കറിയാവുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഫീൽ ചെയ്യുള്ളൂ ആദ്യം തുടങ്ങി കാണുമ്പോൾ തന്നെ. നാട്ടിൽ ഷൂട്ട് ഉണ്ടാകുമ്പം ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. കാരണം നാട്ടിൽ ഭയങ്കര ആളുകൾ വരുമായിരുന്നു കാണാനും പിടിക്കാനും. അപ്പം പുള്ളി ഒരു ഷോട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ക്യാരവനിൽ കയറേണ്ട അവസ്ഥയായിരുന്നു. അപ്പം നാട്ടിൽ വെച്ച് നമുക്കൊരു ഇതുണ്ടായിരുന്നില്ല. 5 ദിവസം ഷൂട്ട് ചെയ്തു കാണുമ്പോഴും എന്താ. പക്ഷേ ന്യൂസിലാൻഡ് ചെന്ന് കഴിയുമ്പം കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആയി. സ്വാതന്ത്ര്യമല്ലേ, ആരും ഇല്ലല്ലോ. മലയാളികൾ വളരെ കുറവായിരുന്നു. അപ്പം നമുക്ക് ആ ഒരു ഫ്രീഡം വെച്ച് നമ്മൾ ഭയങ്കര ഫണ്ണായിരുന്നു. ദിലീപേട്ടൻ ഭയങ്കര ഫണ്ണായിരുന്നു. ഇപ്പൊ ഈ ദിലീപേട്ടനായിട്ടും ഒരുപാട് റൂമേഴ്സ് അന്ന് ഉണ്ടായിരുന്നല്ലേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ? എനിക്കോ അല്ല, ദിലീപേട്ടന്റെ കേസിലൊക്കെ സംബന്ധിച്ച് അന്നും ഒരുപാട് സൈബർ അറ്റാക്ക് ഉണ്ടായിരുന്നല്ലേ? അതെ. പുള്ളി എനിക്കറിയില്ല ഇതിനകത്ത് എന്താ പറയണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ ആദ്യം മുതലേ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ ദിലീപേട്ടനെ തള്ളി പറഞ്ഞിട്ടില്ല ഇവിടെ. ഞാൻ പറഞ്ഞിട്ടുള്ളത് സത്യം തെളിയണം,
സത്യം തെളിയണം എന്നുള്ളത് തന്നെയാണ് ഞാനും പറഞ്ഞിട്ടുള്ളത്. അത് പുള്ളി ചെയ്തു എന്ന് ഞാൻ ഒരിക്കലും ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. എനിക്ക് അറിയാത്തൊരു കാര്യമാണ്. അറിയാത്ത കാര്യത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മാനസികമായിട്ട് വിശ്വസിക്കുന്നത്, നമ്മുടെ മനസ്സ് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇല്ല പുള്ളി അത് ചെയ്യില്ല എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഉള്ളിലുണ്ട്. ഇല്ല ചെയ്യോ, അങ്ങനെയൊക്കെ ചെയ്യോ എന്ന് പറയില്ലേ, ആ ഒരു എൻ്റെ പേഴ്സണൽ തിങ്ങാണ് ഞാൻ പറയണത്. ഇപ്പോഴും വിശ്വസിക്കുന്നത് പുള്ളി അത് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ്. അത് തെളിയേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, അപ്പൊ ദിലീപേട്ടനായിട്ടുള്ള അടിപൊളിയായിരുന്നു. പൊളിയായിരുന്നു. അതെ. നെക്സ്റ്റ് മഞ്ജു ചേച്ചി. മഞ്ജു ചേച്ചിയായിട്ട് വർക്ക് ചെയ്യാന്നുള്ളതൊരു ഡ്രീമായിരുന്നു എൻ്റെ. ആമിയില് അത് ചെയ്യണം, ഒരു തവണയെങ്കിലും മഞ്ജു ചേച്ചിയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ളത്. ഇത്ര ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടും എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. മഞ്ജു ചേച്ചി നേരെ വന്നു കഴിഞ്ഞപ്പോ ഐ ഡോണ്ട് നോ, എൻ്റെ ഹാർട്ട് ഉണ്ടല്ലോ ഞാനിങ്ങനെ ഡയലോഗ് മറന്നു പോണു, കണ്ണിലൊരു ഇരുട്ടൊക്കെ കയറുന്നു, ദൈവമേ എന്ന് പറയില്ലേ. ചേച്ചി വന്ന് ഭയങ്കര കൂളാണല്ലോ ആണ്. പക്ഷെ ഒരു വലിയൊരു ലെജൻഡിന്റെ ഒരു ഫീൽ എനിക്ക്, കാരണം അവര് അഭിനയത്തിന്റെ കാര്യത്തിൽ അത്രയും ഇതിൽ നിൽക്കുന്ന ഒരാളല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനായി. എനിക്ക് അങ്ങനെ അഭിനയിക്കേണ്ടതെന്നൊക്കെ മറന്നുപോയെന്നൊക്കെ പറയില്ലേ. അവർ ഭയങ്കര ഇതിൽ എങ്ങനെയൊക്കെ അഭിനയിച്ചു, അതൊരു ടെൻഷനായിരുന്നു. പക്ഷെ ചേച്ചി ഭയങ്കര സിമ്പിളാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് 1, 2, 3 ദിവസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്നെ മനസ്സിലായി അത് ഭയങ്കര ഇതാണ്. പക്ഷെ ഞാൻ ഈ പറയുന്ന മാതിരി മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്, ഹായ് ഹലോ അതൊക്കെ തന്നെ, ബർത്ത്ഡേക്കൊക്കെ വിഷ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഉണ്ണി മുകുന്ദൻ. ഉണ്ണി അതെന്തോ ഒരു സ്പെഷ്യൽ ചിരി. ഇന്നലെ രാത്രിയും കൂടെ ഞാൻ ഉണ്ണിയുടെ കാര്യം എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞേ ഉള്ളൂ. ആണോ? അപ്പൊ ഞാൻ ചോദിച്ചത് നന്നായല്ലേ? അതെ, അതായത് മസിലൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ ഭയങ്കര സംഭവമാണെന്ന് പറയുന്ന ഉണ്ണിയും ജ്യോതിയും കൂടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, ഒരുമിച്ചിട്ടുണ്ട്. അതെ അതെ, ബോംബെ മാച്ച് 12 അന്ന് കാണുന്ന ഉണ്ണി എന്താണോ അത് തന്നെയാണ് ഇപ്പോഴും. ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പറയും, ഇതൊന്നും ടാഗ് ലൈൻ ചെയ്യരുത്, ഒരു മണ്ടനാണെന്ന് പറയില്ലേ, അങ്ങനെയൊക്കെ കേക്കണ്ടെന്നൊക്കെ. അതാണ് ഫ്രീക്വന്റ് കോണ്ടാക്റ്റിലുള്ള ഒരാള്. എന്ത് മെസ്സേജ് ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ചെന്ന് ചൊറിയും, അങ്ങനെയൊക്കെ ഉണ്ട്. ഉണ്ണി എന്താ പറയാ, ഒരു നാടൻ പയ്യനാണ് ഇപ്പോഴും, മനസ്സുകൊണ്ടാണെങ്കിലും ഒരു അവിടെ നിന്ന് മാറിയിട്ടില്ല പുള്ളി. എന്ത് തരത്തിലുള്ള വസ്ത്രധാരണം വന്നു കഴിഞ്ഞാൽ, എന്ത് തരത്തിലുള്ള സിനിമ ചെയ്ത് കഴിഞ്ഞാലും ഉണ്ണി ഒരു നാട്ടും പുറത്തുള്ള പയ്യൻ തന്നെയാണ് ഇപ്പോഴും, അപ്പോഴും എന്നും. ഇപ്പൊ അമ്മയുടെ മീറ്റിങ്ങിന് ചെന്നിട്ടാണെങ്കിലും ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ ഇതിന് മാത്രം ഒരു മാറ്റം വന്നില്ലല്ലോ. വേറെ ആക്ടേഴ്സൊക്കെ വളർച്ച, ഗ്രാഫ് ഇങ്ങനെ വളർന്നതിനനുസരിച്ച് പേഴ്സണാലിറ്റിയും അതും ഇതൊക്കെ മാറുന്നുണ്ട്. ഇതൊന്നും ഇന്നും ഒരേപോലെ ഇരിക്കുന്ന ഒരാള്. നമ്മൾ ചിലപ്പോൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടി വരും, സീനിന്റെ ഇതൊക്കെ പറയില്ല, ഇത് അങ്ങനെയല്ല ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറയണ്ട, അങ്ങനെയുള്ളൊരു ആളാണ്. നെക്സ്റ്റ് നവ്യ ചേച്ചി. നവ്യ ചേച്ചി ഇപ്പം ഫാമിലി ഫ്രണ്ടും കൂടെ ആണ്. നവ്യ ചേച്ചിയേക്കാൾ കൂടുതൽ നവ്യ ചേച്ചിയുടെ അനിയനുണ്ട്, കണ്ണൻ എന്നാണ്, രാഹുൽ എന്നാണ് പേര്, പക്ഷെ കണ്ണൻ. അവൻ ദുബായിലാണ്, ഞങ്ങള് ആണ് ഒരു ഗ്യാങ് ആണ്. അപ്പം നവ്യ ചേച്ചിയേക്കാൾ കൂടുതൽ കണ്ണനുമായിട്ടാണ് കമ്പനി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ വിശേഷങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. നവ്യ ചേച്ചിയായിട്ട് ഇപ്പൊ വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ലെങ്കിലും ഞങ്ങളുടെ വിശേഷം നവ്യ ചേച്ചി പറയും, നവ്യ ചേച്ചിയുടെ വിശേഷം ഞങ്ങൾ പറയും. അങ്ങനെയാണ്. ചേച്ചി കണ്ടു പഠിക്കേണ്ട, നമ്മൾ എന്താ പറയാ, ഒരുപാട് നല്ല ക്വാളിറ്റീസ് പുള്ളിക്കാരത്തിൻ്റെ നമുക്ക് എടുക്കാൻ പറ്റും. ഇത്രയും വർഷമായിട്ട് ഫീൽഡിൽ നിൽക്കുന്ന ഒരാള്, അത് അവരുടെ കഴിവുകൊണ്ട് തന്നെയാണ്. അങ്ങനെ തന്നെ ഞാൻ പറയും. ഏതൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാലും എങ്ങനെ അവിടെ നിൽക്കണം, എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഇതാവേണ്ടതെന്ന് ഞാൻ കുറെ കാര്യങ്ങളന്ന് ഞാൻ കണ്ടു പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ നല്ലൊരു വൈബ്രന്റ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളും കൂടെയാണ്. ശരിക്കും ഇൻസ്പിറേഷൻ ആണ്. അതെ, എടുക്കാം. എന്നെ ഞാനിങ്ങനെ രണ്ടുപേരും ഞങ്ങളിങ്ങനെ മിററിൽ നോക്കി കഴിഞ്ഞപ്പോൾ നവ്യ ചേച്ചിയുടെ ചേച്ചിയായിട്ട് എന്നെ തോന്നുന്നു. കാരണം നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് പുള്ളിക്കാർക്ക് നല്ല മേലിഞ്ഞ്, എപ്പോഴും എനർജറ്റിക് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ഇൻവോൾവ് ആണ്. നല്ല ഒതുങ്ങി എങ്ങനെ ശരീരമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് അവരൊക്കെ അത്രയും ആ ഒരു പാഷനും ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കേണ്ടതാണ്.